ലാപ്രോസ്കോപ്പിക് സർജറിക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ആവശ്യകത വളരെ വളരെ കുറവാണ്. നമുക്ക് ഓപ്പൺ സർജറിയെ കമ്പയർ ചെയ്ത് ലാപ്രോസ്കോപ്പിക് സർജറിക്ക് വലിയ തയ്യാറെടുപ്പുകളൊന്നും തന്നെ വേണ്ട. ക്യാൻസർ സർജറിക്ക് ലാപ്രോസ്കോപ്പി വളരെ നല്ലൊരു ശസ്ത്രക്രിയാ രീതിയാണ് ഓപ്പൺ സർജറിയെ കമ്പയർ ചെയ്തിട്ട്. ഞാൻ ഡോക്ടർ മധുകർ പൈ, സീനിയർ ലാപ്രോസ്കോപ്പിക് സർജൻ, VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, കീഹോൾ ക്ലിനിക്, കൊച്ചിൻ. ക്യാൻസർ സർജറിക്ക് ലാപ്രോസ്കോപ്പി വളരെ നല്ലൊരു ശസ്ത്രക്രിയാ രീതിയാണ് ഓപ്പൺ സർജറിയെ കമ്പയർ ചെയ്തിട്ട്. പണ്ട് നമ്മൾ ആലപ്പുഴയിലൊക്കെ ഞാൻ പഠിച്ചിരിക്കുമ്പോൾ അന്ന് CT സ്കാന്, അൾട്രാസൗണ്ട് അതൊക്കെ അത്രയ്ക്ക് ഡെവലപ്ഡ് അല്ല. അപ്പോൾ നമുക്ക് ഒരു പേഷ്യന്റിന് നമ്മൾ ഇത് സ്കാനിങ് ചെയ്യാനായിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് സ്കാനിങ് കഴിഞ്ഞ് വരും. അതിലെന്തെങ്കിലും ട്യൂമർ കണ്ടാൽ പിന്നെ എൻഡോസ്കോപ്പിക്ക് ഡേറ്റ് കൊടുക്കാനായിട്ട് പോവും. വീണ്ടും അവിടെ കുറച്ച് താമസം വരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പേഷ്യന്റ് നമ്മുടെ അടുത്ത് കിട്ടുമ്പോഴേക്കും നമ്മൾ സർജറിക്ക് എടുക്കുമ്പോൾ തുറന്നു നോക്കിയിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചടച്ചു വരികയായിരിക്കും ചെയ്യുന്നത്. ഇത് ഞാൻ പറയുന്നത് ഒരു 10-30 കൊല്ലം മുമ്പുള്ള കാര്യമാണ്, ഇപ്പോഴത്തെ കാര്യമല്ല. അപ്പോ ഈ ഓപ്പൺ സർജറിയുടെ ഒരു ബുദ്ധിമുട്ട്, അത് ആ മുറിവ് പൊറുക്കാതെ പിന്നെ നമുക്ക് കീമോതെറാപ്പിയോ ഒന്നും തന്നെ എടുക്കുവാൻ സാധിക്കത്തില്ല. എത്രത്തോളം സ്കാനിങ്ങും ബാക്കിയുള്ള സൗകര്യങ്ങളും വികസിച്ചിട്ടുണ്ടെങ്കിലും ചില സമയത്ത് നമ്മൾ വയറിന്റെ അകത്ത് പോകുമ്പോഴേക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആ അസുഖം കൈവിട്ടു പോയിട്ടുണ്ട്, അത് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റത്തില്ല, അതിന് ബാക്കി കീമോതെറാപ്പി അങ്ങനെയുള്ള ചികിത്സാ രീതിയെ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ആ സമയങ്ങൾ ലാപ്രോസ്കോപ്പിക് സർജറിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ വയറിൽ ഒരു മുറിവ് ഉണ്ടാവുന്നതല്ല, ചെറിയ സുഷിരങ്ങളേ ഉള്ളൂ. നമുക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ബയോപ്സി ആവുന്ന മുറയ്ക്ക് തന്നെ അവരെ കീമോതെറാപ്പിക്കും ബാക്കിയുള്ള ഓങ്കോളജിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി വിടുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 20 മടങ്ങ് വലുതായിട്ട് നമ്മളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഒരു മുഴ മാത്രമല്ല, ആ മുഴയുടെ പറ്റിയുള്ള കഴലകള് അതെല്ലാം നമുക്ക് വലുതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ മൂവ്മെന്റ്സ് ആണെങ്കിലും കുറച്ചുകൂടി പ്രിസൈസ് മൂവ്മെന്റ്സ് ആണ്. ഇപ്പൊ കൈ ഇത്രയും മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ലാപ്രോസ്കോപ്പിക് ഇൻസ്ട്രുമെന്റ് ഇത്രയും മൂവ് ചെയ്യത്തുള്ളൂ. ആ ഇൻസ്ട്രുമെന്റിന്റെ മേക്ക് അങ്ങനെയാണ്. അപ്പോ ഒരു വര മൊത്തത്തിൽ ഞാനിങ്ങനെ ഒരു വര ഇടുന്നതിന് പകരം ഞാനിങ്ങനെ കുറച്ചായിട്ട് ഇടുമ്പോൾ അതിന്റെ ആ ഒരു കൃത്യത, അതേ കാര്യം തന്നെ ലാപ്രോസ്കോപ്പിയിൽ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ കുറച്ചായിട്ട് ചെയ്യുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് ചെയ്യുവാനും ആ ലിംഫ് നോഡ്സ് അടക്കം ഇതെല്ലാം കൂടി ഒരു കവറിൽ ഇട്ടിട്ട് വേറെ ഭിത്തിയിലോ ഒരിടത്തും പറ്റാതെ നമുക്ക് നീക്കം ചെയ്യുവാൻ വരെ കീഹോളിലൂടെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്യാൻസർ സർജറി ബാക്കിയുള്ള സർജറിയെ പോലെ തന്നെ ക്യാൻസർ സർജറിയിലും ലാപ്രോസ്കോപ്പി വളരെയധികം അഡ്വാൻറ്റേജസ് ആണ്. സാധാരണക്കാരന് ലാപ്രോസ്കോപ്പി താങ്ങാൻ പറ്റുന്നതാണോ? ആ ചോദ്യം എങ്ങനെയാണ് ഉത്തരം പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പണക്കാരന് എന്തും ചെയ്യാം. അവനിപ്പോ ഒരു മാസം റെസ്റ്റ് എടുക്കണമെങ്കിൽ ജോലിയും കളഞ്ഞ ഒരു മാസം അവന്റെ റെസ്റ്റ് ആയിട്ട് കിടക്കാം. പക്ഷെ പാവപ്പെട്ടവന് എത്രയും പെട്ടെന്നൊന്ന് ഭേദമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ചികിത്സ എടുത്ത് അസുഖം മാറ്റിയിട്ട് എത്രയും പെട്ടെന്ന് അവന്റെ ജോലിയിൽ പ്രവേശിക്കുന്നുവോ അത്രയും അവന് നല്ലതാണ്. അവന് കൂട്ടിരിക്കാൻ മറ്റാൾക്കാരുണ്ടാവില്ല പാവപ്പെട്ടവനെ. അപ്പൊ സാധാരണക്കാരന് ലാപ്രോസ്കോപ്പിക് സർജറി തന്നെയാണ് വേണ്ടത്. ആ സമയത്തുള്ള സർജറിയിലുള്ള ചാർജിന്റെ ഡിഫറൻസ് ഒരു 10,000 രൂപയാണെങ്കിൽ, ഈ ലാപ്രോസ്കോപ്പിയും ഓപ്പണും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. അതാണെങ്കിൽ അതിനുശേഷം അവന്റെ ഈ ഓപ്പൺ സർജറിയിൽ അവൻ എടുക്കേണ്ട ഒരു മാസത്തെ റെസ്റ്റ്, അവന്റെ കൂടെ ഇരിക്കാനായിട്ടുള്ള ഒരാള്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ആശുപത്രിവാസം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറിയാണ് ലെസ് കോസ്റ്റ്ലിയർ ആയിട്ട് വരുന്നത്. നമുക്ക് ഓപ്പൺ സർജറിയെ കമ്പയർ ചെയ്ത് ലാപ്രോസ്കോപ്പിക് സർജറിക്ക് വലിയ തയ്യാറെടുപ്പുകളൊന്നും തന്നെ വേണ്ട. അതിനു വേണ്ട അതേ തയ്യാറെടുപ്പുകൾ തന്നെ. ഒന്ന്, അസുഖം എന്താണെന്ന് സ്ഥിരീകരിക്കേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള ടെസ്റ്റുകൾ ചെയ്ത് അസുഖം സ്ഥിരീകരിക്കേണ്ടതാണ്. അനസ്തേഷ്യ, കാർഡിയോളജി മുതലായ ഫിറ്റ്നസ്സുകൾ, ഒരു മയക്കം എടുക്കുന്നത് കൊണ്ട് അതെല്ലാം എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു 6 മണിക്കൂർ അവര് ഫാസ്റ്റിംഗ് ആയിട്ട് ഭക്ഷണം 6 മണിക്കൂർ മുമ്പേ, സർജറി ചെയ്യുന്നതിന്റെ 6 മണിക്കൂർ മുമ്പേ ഫുഡ് നിർത്തിയിട്ടുണ്ടാവണം. വെള്ളം ഒരു 4 മണിക്കൂർ മുമ്പേ വരെ എടുക്കുന്നതിൽ ദോഷം ഉണ്ടാവത്തില്ല. പിന്നെ ബാക്കിയുള്ള സർജറിയുടെ ഫുൾ വർക്കപ്പ് ചെയ്തിട്ട് നമ്മളെപ്പോഴും കുളിക്കണമെന്ന് പറയും. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവുന്ന പേഷ്യൻസിനെല്ലാം തലേന്ന് രാത്രി, അന്ന് രാവിലെ സർജറിക്ക് മുമ്പ് അപ്പൊക്കെ കുളിക്കാനായിട്ട് ഈ മൈക്രോഷീൽഡിന്റെ ഹാൻഡ് വാഷ് കൊടുക്കും. അപ്പൊ അത് വെച്ച് അവര് കുളിച്ച് വൃത്തിയായിട്ട് തന്നെ തിയേറ്ററിലോട്ട് വരേണ്ടതാണ്. ലാപ്രോസ്കോപ്പിക് സർജറിക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ആവശ്യകത വളരെ വളരെ കുറവാണ്. സർജറിക്ക് മുമ്പ് തന്നെ നമുക്ക് ഇപ്പൊ ചിലവര് ബ്ലീഡിംഗ് ആയിട്ട് കുടലിൽ എന്തെങ്കിലും ബ്ലഡ് ലോസ് ഉണ്ടായിട്ടോ
മറ്റേ മുഴ വന്നിട്ട് കുറച്ച് ബ്ലഡ് പോയിട്ട് രക്തക്കുറവോടെ, അല്ലെങ്കിൽ യൂട്രസിലുള്ള മുഴയ്ക്ക് രക്തസ്രാവം വന്നിട്ട് അങ്ങനെ രക്തക്കുറവോടെ നമ്മൾ സർജറിക്ക് എടുക്കുവാണെങ്കിൽ സർജറിക്ക് മുമ്പേ നമ്മൾ രക്തം കയറ്റി ആ പേഷ്യന്റിനെ നോർമലൈസ് ചെയ്യാറുണ്ട്. അതല്ലാതെ ഈ ഹാർമോണിക് സ്കാൽപ്പല് അതുപോലെ ഉപകരണങ്ങൾ കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ബ്ലഡ് ലോസ് ലാപ്രോസ്കോപ്പിയിൽ വളരെ കുറവാണ്. സർജറിക്ക് ശേഷം ബ്ലഡിന്റെ ആവശ്യകത വളരെ വളരെ കുറവാണ്. കഴിഞ്ഞ 1-2 കൊല്ലത്തിനകത്ത് എന്തായാലും എൻ്റെ ഓർമ്മയിൽ അതിനു മുമ്പാണ് തന്നെ രക്തം കൊടുത്തതായിട്ട് വളരെ കുറവേ ഓർമ്മയുള്ളൂ.